നെക്സ്റ്റ് ടോപ്പിക്കാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് സെമസ്റ്ററുകളിലെല്ലാം ആവശ്യം വരുന്ന സാധനമാണ്. അപ്പോൾ എക്സും വൈ എന്ന് പറയുന്ന രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് വെക്കാം. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് x1 x2 എക്സെട്ര xn ആൻഡ് വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് y1 y2 എക്സെട്ര yn. ഓക്കെ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് തന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ജോയിൻ പി എം എഫ് ഓർ പി ഡി എഫ് ജോയിൻ ഫംഗ്ഷൻ ആണ് തന്നേക്കുന്നതെന്ന് വെക്കാം. ജോയിൻ പി എം എഫ് ഓർ പി ഡി എഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് മാത്രം പി എം എഫ് എഴുതുന്നു. അതായത് എക്സിന്റെ മാത്രം പി എം എഫ്, ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ വൈയുടെ മാത്രം പി എം എഫ്, എഫ് ഓഫ് വൈ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിബ്യൂഷനും പറയുന്നതാണ് മാർജിനൽ പി എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, അല്ലെങ്കിൽ മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓർ മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓരോ ജോയിൻ പി എം എഫ് അല്ലെങ്കിൽ പി ഡി എഫ് തന്നു കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എക്സിന്റെ മാത്രം ഇൻഡിവിജ്വൽ റാൻഡം വേരിയബിളിന്റെ പി എം എഫ് ഓർ പി ഡി എഫ് എഴുതുന്നതിനാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും അതിനെ ഡിനോട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സിന് പകരം എഫ് വൺ ഓഫ് എക്സ്, സഫിക്സിൽ നമ്മളൊരു വണ്ണോടെ കൊടുത്തിരിക്കും. അതേപോലെ എഫ് ടു ഓഫ് വൈ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള പി ഡി എഫിനകത്ത് എക്സിന്റെ ടേം മാത്രമേ കാണാൻ പാടുള്ളൂ. ജോയിൻ പി ഡി എഫ് ചിലപ്പോൾ എക്സ് പ്ലസ് വൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അതിൽ എക്സിന്റെ ടേം മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോൾ ഏതാണ് പോകേണ്ടത്? വൈയുടെ ടേം പോകണം. അതുകൊണ്ട് വൈയുടെ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു സമേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ്. വൈയുടെ വാല്യൂസ് എല്ലാം വൈക്ക് ഇപ്പോൾ 1 2 3 4 എടുക്കാൻ പറ്റുമെങ്കിൽ ആ വൈക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം എക്സിനെ അതേപോലെ അവിടെ നിർത്തുന്നു. ഓക്കെ, ഇവിടെ വരുമ്പോൾ സമേഷൻ എടുക്കുന്നു. എക്സ് ഇപ്പോൾ വൈക്ക് 1 ഉം 2 ആണ് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ഉം അതേപോലെ പ്ലസ് ആണല്ലോ, സമേഷൻ ആണല്ലോ. അടുത്തത് വൈക്ക് കൊടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് വാല്യൂ കൂടെ ചെയ്യുന്നു. അപ്പോൾ എന്തൊരു 2x പ്ലസ് 3. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇവിടെ നോക്കിയേ, എക്സിന്റെ മാത്രം ടേം അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിനെ നിർത്തുക, ബാക്കിയുള്ളതിനെ കളയുക. അപ്പം ബാക്കിയുള്ളതിന്റെ വാല്യൂ കൊടുക്കുക. സെയിം ആസ് എഫ് ടു ഓഫ് വൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വൈയുടെ ടേമിനെ നിർത്തുക, ബാക്കിയുള്ളതിനെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് എക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെയാണ് മാർജിനൽ എഴുതുക. ഇനി നമുക്ക് മാർജിനൽ വരുമ്പോൾ ഇത് പി എം എഫ്, ദാറ്റ് മീൻസ് ഡിസ്ക്രീറ്റിന്റെ കേസാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും? എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വൈനെയാണ് കളയേണ്ടത്. സോ വൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വൈ. ദെൻ എഫ് ടു ഓഫ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് വൈയുടെ ടേമിൽ ഫംഗ്ഷൻ വേണം. ദാറ്റ് മീൻസ് എക്സിന്റെ ടേം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കളയുന്നു. ഇതാണ് നമ്മുടെ മാർജിനൽ പി എം എഫ് അല്ലെങ്കിൽ പി ഡി എഫ് എന്ന് പറയുന്നത്. ജോയിൻ തന്നിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതാണ് കോൺസെപ്റ്റ് വരുന്നത്. സോ നമുക്കപ്പോൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. Let x and y are two random variables with join PMF. Almost PMF PADF concept നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. PMF f of xy equal to x plus 2y by 18. X equal to 1 and 2. Y equal to 1 and 2. Find the marginal PMF. Find the marginal PMF of x and y. ഈ മാർജിനൽ പി എം എഫ് തേർഡ് സെമ്മിലൊക്കെ വരുന്ന കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കുക. നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഉണ്ടല്ലോ, ജോയിൻ്റ് ഉണ്ടല്ലോ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 2y by 18. നമുക്കിനി എന്താ വേണ്ടത്? എഫ് വൺ ഓഫ് എക്സ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആരെ കളയണം? വൈനെ കളയണം. ദാറ്റ് മീൻസ് വൈനെ കളയണമെങ്കിൽ വൈക്ക് കൊടുക്കേണ്ട എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് 2y by 18. അപ്പം വൈക്ക് ആദ്യം ഏതാ വരിക? 1. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 2 by 18 പ്ലസ് എക്സ് പ്ലസ് 2 കൊടുത്തു കഴിയുമ്പോൾ എന്താകും? 4 ആവും അല്ലേ? 2 into 2 4. This is equal to 2x plus 6 by 18.
2 രണ്ടിടത്തൊന്നും കട്ട് ചെയ്യാലോ, 2 കോമൺ ആണല്ലോ. അപ്പോൾ 2 കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3, 9. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 3/9. ഓക്കെ, അപ്പോൾ നമ്മുടെ f1 ഓഫ് എക്സ് എന്ത് വന്നു? എക്സ് പ്ലസ് 3/9. ഇതിൽ വൈയുടെ ഒരു ടേമും ഇല്ല. ഇനി അതേപോലെ എന്ത് ചെയ്യണം? f2 ഓഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് എഴുതുന്ന കൂട്ടത്തിൽ f1 ഓഫ് എക്സ് എഴുതുന്ന കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ റേഞ്ച് കൂടെ എഴുതാം. എക്സ് ക്യാൻ വേരി 1 and 2. എക്സ് ക്യാൻ ടേക്ക് 1 and 2. f2 ഓഫ് വൈ എന്ത് വരും? സമ്മേഷൻ ഓവർ വൈനെ അവിടെ കീപ്പ് ചെയ്യണം, എക്സിനെ അവോയ്ഡ് ചെയ്യണം. സോ എക്സ് നമ്മൾ സഫിക്സിൽ കൊടുത്തു. then f of xy. That's equal to summation xന്റെ വാല്യൂ വേരി ചെയ്യുന്നത് 1 to 2. f of xy എന്തായിരുന്നു? x plus 2y plus 18. എക്സിനെല്ലാം വാല്യൂസ് കൊടുക്കാം. 1 plus 2y by 18 plus 2 plus 2y by 18. That's equal to 1 plus 2. 3 plus 4y by 18. കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യാം? f2 ഓഫ് y ഈക്വൽ ടു 3 പ്ലസ് 4y by 18. വൈയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നു? 1 and 2. രണ്ടെണ്ണേ ഉള്ളൂ, 1 and 2. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ജോയിൻ. ഇവിടെ PMF ആയിരുന്നു തന്നിരുന്നത്. PMF വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സമ്മേഷൻ എടുക്കുക. ഇനി PDF ആണെങ്കിലോ, ഗിവൺ ജോയിൻ PDF f of xy ഈക്വൽ ടു 1/3 into x plus y. 0 less than x less than 2 and 0 less than y less than 1. Obtain the marginal PDF of x and y. മാർജിനൽ PDF ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം മാർജിനൽ PDF എന്ന് പറയുമ്പോൾ f ഓഫ് എക്സ് വൈ ഗിവൺ ആണ്. f1 ഓഫ് എക്സും f2 ഓഫ് വൈയും ഐഡൻറ്റിഫിക്കേഷന് കൊടുത്തേക്കുന്നതേ ഉള്ളൂ, സഫിക്സിൽ 1 and 2 ഒക്കെ. ഓക്കെ, ദെൻ മാർജിനിലാണ്. ദെൻ f1 ഓഫ് എക്സ് എന്ത് വരും? എക്സ് ആകുമ്പോൾ ഏതിനെ കളയണം? വൈനെ കളയണം. അപ്പോൾ എന്ത് ചെയ്യണം? y വെച്ച് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. 1/3 ഇൻറ്റു x plus y. ഇതിലെല്ലാം നിങ്ങൾ ഇക്വേഷൻ മസ്റ്റായിട്ട് എഴുതണേ. ഇക്വേഷനിലെല്ലാം നിങ്ങൾക്ക് മാർക്സ് ഉണ്ടാവും. f1 ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ y f ഓഫ് എക്സ് വൈ ഇൻറ്റു dy. ഇക്വേഷൻ മസ്റ്റാണ്. അപ്പോൾ 1/3 കോൺസ്റ്റൻറ്റ് എക്സ് വൈന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിനെ വൈനെ 0 to 1 ആണല്ലോ. എക്സ് പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ആണല്ലോ. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൈ, വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2. 1ഉം 0ഉം ആയതുകൊണ്ട് സിമ്പിളാണ്. നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് 1/2. അപ്പോൾ f1 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ടേം എക്സ് പ്ലസ് 1/2. എക്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഓക്കെ, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. അടുത്ത ഇനി f2 ഓഫ് y കാൽക്കുലേറ്റ് ചെയ്യാം. f2 ഓഫ് വൈയുടെ ഇക്വേഷൻ എന്തോരും? ഇൻ്റഗ്രൽ ഓവർ എക്സ്. ഇവിടെ എക്സ് ആണെങ്കിൽ y ആണെങ്കിൽ ഇവിടെ സഫിക്സിൽ എക്സ് ആയിരിക്കണം. f ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇൻ്റഗ്രൽ 0 to എക്സിൻ്റെ റേഞ്ച് 0 മുതൽ 2 വരെയാണ്. PDF വന്നിരുന്ന 1/3 ഇൻറ്റു എക്സ് പ്ലസ് വൈ. നമ്മൾ ഏത് വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്? എക്സ് വെച്ചിട്ടാണ്. 1/3 കോൺസ്റ്റൻറ്റ് എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ഇൻറ്റു എക്സ് ഫ്രം 0 to 2. ദിസ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 4/2 ആണല്ലോ. 4/2 പ്ലസ് 2y. ദാറ്റ്സ് ഈക്വൽ ടു ഞാനിതിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അകത്തേക്ക് രണ്ടിടത്തും 2 കോമൺ ആണല്ലോ. 2/3 എന്ന് എനിക്ക് എഴുതിക്കൂടെ? 2/3 ഇൻറ്റു 4/2. 4/2 നിന്നാണ് നമ്മളൊരു 2 പുറത്തേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ 1 പ്ലസ് y എന്ന് എഴുതാം അല്ലേ? അതായത് നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത് 1/3 ഇൻറ്റു
2 plus 2y എന്നല്ലേ, 2 യുടെ കോമൺ എടുക്കുന്നു, 2/3 into 1 plus y. വൈയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്? 0 less than y less than 1. അപ്പോൾ രണ്ടും ആയല്ലോ. ഇതാണ് നമ്മുടെ f2 of y എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്ത് നമ്മുടെ PDF അല്ലെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് വന്നാൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let x and y be pair of discrete random variable. ഇതിപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നാലായിരുന്നു നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിലോ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 വരുമ്പോൾ എന്താണ്, എക്സിൻ്റെ വാല്യൂ 2 വരുമ്പോഴുള്ള പ്രോബബിലിറ്റി എന്താണ്, അങ്ങനെയായിരുന്നു. ഡിസ്ക്രീറ്റ് വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ തരാന്ന് പറയുമ്പോൾ എക്സിനും വൈക്കും 1ഉം 2ഉം വരുമ്പോൾ ഓരോ വാല്യൂസും എന്താണെന്നുള്ളത് ഫംഗ്ഷൻ ആയിട്ടല്ല. ദെൻ നമുക്ക് എങ്ങനെ ഇതിൻ്റെ മാർജിനൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ എക്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നു, വൈനെ ഞാൻ താഴത്തേക്ക് എഴുതുന്നു. ഇങ്ങോട്ടേക്ക് എക്സ്, താഴത്തേക്ക് വൈ. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1, 2 and 3. വൈക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് again 1, 2 and 3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. ദെൻ എക്സ് 1ഉം വൈ 1ഉം വരുമ്പോൾ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5/27. നെക്സ്റ്റ് വൺ 3/27, അതായത് x2ഉം y1ഉം. അടുത്തത് 3/27, 1/27, 3/27, 3/27, 2/27, 5/27, 2/27. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത്. ഇനി എന്ത് വേണം? നമുക്ക് ഫൈൻഡ് ഔട്ട്, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ല. ഫൈൻഡ് ദ മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ മാർജിനൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് സമ്മേഷൻ എടുക്കുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഒരു ഫംഗ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലാതെ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് f1 of x എന്താണെന്ന് നമുക്കറിയാലോ. f1 of x എന്തായിരുന്നു? സമ്മേഷൻ ഓവർ y f of x y. സോ ഇവിടെ നോക്കുക, വൈക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയായിരുന്നു? ദെൻ ഇവിടെ ചെയ്യുക നമുക്ക് എക്സിന് ആദ്യം വൈക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1, 2 and 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂസോ, എക്സ് ക്യാൻ ടേക്ക് 1, 2 and 3 ആണല്ലോ. ഇവിടെ എക്സിന് എടുക്കാൻ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസും 1ഉം 2ഉം 3ഉമാണ്. സോ നമ്മൾ f1 of 1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സിന് 1 വരുമ്പം എന്തായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ? ദാറ്റ് മീൻസ് f1 of 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ടേം കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷെ വൈയുടെ ടേം വേരി ചെയ്തുകൊണ്ടിരിക്കും. വൈയുടെ ടേം മീൻസ് വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് വേരി ആയിക്കൊണ്ടിരിക്കും. f1 of 1 എന്ന് പറയുന്നത് f1 of 1, 1 പ്ലസ് f1 of 1, 2 പ്ലസ് f1 of 1, 3. അങ്ങനെയാണെങ്കിൽ f1 of 2 എന്തായിരിക്കും വരുന്നത്? f1 എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ആയിരിക്കണം? ഇത് എക്സിൻ്റെ ആയിരിക്കും. അപ്പോൾ എക്സിനെ എന്ത് ചെയ്യണം? 2 ആയിട്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. വൈയുടെ വാല്യൂസ് 2 എപ്പോഴും സെയിം ആയിരിക്കും. വൈയുടെ വാല്യൂസ് എന്ത് ചെയ്യണം? വേരി ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. f11 എന്താ? x1ഉം y1ഉം വരുമ്പോഴുള്ള പ്രോബബിലിറ്റി 5/27. ദിസ് ഈസ് ഈക്വൽ ടു f11 എന്ന് പറയുന്നത് 5/27. ആൻഡ് f12 എന്ന് പറയുന്നത് എന്ത് വരും? x1ഉം y2ഉം 1/27. ഇതിൻ്റെ സമ്മായിട്ട് വരും കേട്ടോ. ഓൾമോസ്റ്റ് എക്സ് എല്ലാം 1 ആയിരിക്കുമ്പോൾ ഉള്ള ടേം. അപ്പോൾ 1/27 പ്ലസ് 1, 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2/27. ഇതിൻ്റെ സം എന്തോന്നു? 5 + 3 8 + 27. f1 of 1 എന്തോന്നു? ഇത് താഴേക്ക് ആഡ് ചെയ്താൽ മതി. അടുത്തത് f1 of 2. എക്സിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് f2ലോട്ട് പോകാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏതാണ്? മാർജിനൽ PMF ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെ ഫുള്ള് കൊടുക്കാം. f of 2, 1,
plus f of 2 2 plus f of 2 3. f of 2 1 എന്ന് പറയുമ്പോൾ 2ഉം 1ഉം f that means x-ന് 2ഉം y-യുടെ വാല്യൂ വേരി ചെയ്യാം. that's equal to 3/27. f of 2 2 എന്ന് പറയുമ്പോൾ x-ഉം 2 y-ഉം 2. that's equal to 3/27. അടുത്തത് 5/27. okay. this is equal to 11/27. ഇനി ഏതാണ് f1 of 3. അതെന്തോരും f of 3 1 plus f of 3 2 plus f of 3 3. ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് 8/27 ആണ് നമുക്ക് വാല്യൂ കിട്ടേണ്ടത്. ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയാലും മതി. 3 plus 3 plus 2 8/27. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ. നമ്മളോട് പറഞ്ഞേക്കുന്ന മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത് എങ്ങനെ? എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എല്ലാം എഴുതി. മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ് നമ്മൾ എഴുതുന്നത്. എക്സിൻ്റെ ആവുമ്പോൾ എക്സിൻ്റെ ടേംസ് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് കറസ്പോണ്ടിങ് വരുന്ന പ്രോബബിലിറ്റി f1 of x എന്തോരും? ആദ്യത്തത് നമുക്ക് കിട്ടിയിരുന്നത് 8/27 ആണ്. ഫംഗ്ഷൻ വരുമ്പോഴാണ് നമുക്ക് PMF എന്ന് പറയാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ എഴുതിയിരുന്ന മാർജിനൽ PMF എന്നായിരുന്നു. ഫംഗ്ഷൻ വന്നാൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതിപ്പം ഫംഗ്ഷനായിട്ടൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. എക്സിൻ്റെ ടേം മാത്രമേ കാണാൻ പാടുള്ളൂ, വൈയുടെ ടേം എല്ലാം എഴുതി. ഇനി അടുത്ത് എന്ത് ചെയ്യാം? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y. അപ്പോൾ എന്ത് ചെയ്യണം? f2 of 1 y-യുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. എക്സിൻ്റെ വാല്യൂ മാറണം. f of 1 1 y-യുടെ വാല്യൂ എന്താണ്? 1 തന്നെയാണ്, കോൺസ്റ്റന്റ് ആണ്. എക്സിൻ്റെ ടേം മാറണം. ഓക്കെ. അപ്പോൾ f11 എന്ന് പറയുന്നത് എന്ത് വരും? 5/27. f21 എന്ന് പറയുന്നത് എന്ത് വരും? അതായത് x2ഉം y1ഉം. ഇതെന്താണ്? റോ വൈസ് ആഡ് ചെയ്യുന്നതാണ് ആക്ച്വലി പറഞ്ഞാൽ. 3/27. അടുത്തത് x3ഉം y1ഉം. x3 എന്ന് പറയുമ്പോൾ ഇത്, y1 എന്ന് പറയുമ്പോൾ ഇത്. അപ്പോൾ അത് 3/27. ഇതെന്ത് കിട്ടി? 11/27. ഇതേപോലെ f2 of 2 കാൽക്കുലേറ്റ് ചെയ്യുക. f2 of 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? f of y എല്ലാം 2 തന്നെ ആയിരിക്കണം അല്ലേ? x വേരി ചെയ്യണം. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 7/27 ആണ് വരിക. അടുത്തത് f2 of 3. ദാറ്റ്സ് ഓൾമോസ്റ്റ് 9/27 കിട്ടും. അപ്പോൾ പ്രോബ്ലം മനസ്സിലായി എന്ന് വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ പറഞ്ഞതാണ്. നമുക്കിനി എന്ത് വേണം? ഇതിൻ്റെ വൈയും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതണം. ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരും? ഡിസ്ട്രിബ്യൂഷൻ വൈയുടെ ടേം ഉണ്ടായിരിക്കണം. വൈയുടെ ടേം എന്തൊക്കെ വരുന്നത്? 1ഉം 2ഉം 3ഉം വൈക്കാണ് വരുന്നത്. അതേപോലെ നമ്മുടെ f2 of y, ഫങ്ഷൻ ഓഫ് y, അതായത് എക്സിൻ്റെ ടേം എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ടുള്ള എന്ത് വരും? 11/27, 7/27 ആൻഡ് 9/27. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടെ പ്രോബ്ലംസ് ഉണ്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഓർ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ടേക്ക് കെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുക. താങ്ക് യു.